കുഴപ്പമില്ല. നമ്മൾ ഇൻട്രോവേർട്ടാന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ഒരുപാട് മിനിറ്റ് വീഡിയോസ് ഒന്നും വേണ്ട. 1 മിനിറ്റിൻ്റെ 20 വീഡിയോ മിക്കവാറും പറ്റുള്ളൂ. അന്ന് നീ പറഞ്ഞ പോലെ ഏതാ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. അവർ കണ്ടു കഴിയുമ്പം തന്നെ അവർ വിചാരിക്കുന്നതൊക്കെ എന്താ പ്രാന്തുണ്ട്, അത് വേറെ കാര്യം. ഈ നമ്മുടെ നാട് രസമല്ലേ, ഈ തെങ്ങും തേങ്ങ കൂട്ടുകാരൻ്റെ അതല്ലാണ്ട് എടുത്ത് വെക്കരുതെന്ന് ഗൂഗിളിൻ്റെ അച്ഛനോടോ? അത് എന്ത് മറ്റേ കൊച്ചുപയ്യൻ അന്ന് പറഞ്ഞതല്ലേ, അവൻ ചെന്ന് ബൂമറിൻ്റെ വില ചോദിച്ചു. കണ്ടത് എന്തായാലും പേര് ശ്രീ എന്തായിരുന്നു പേരെന്നും പറയണേ, നീ പറഞ്ഞു. ഒരു പയ്യൻ, കുഞ്ഞു പയ്യൻ, അവൻ കുഞ്ഞു ക്ലാസ് കണ്ട് പഠിക്കുമോ, 1-2 ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇവിടെ പണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിച്ചു. ഇപ്പോൾ എല്ലാം പ്രായമുള്ളവർ മാത്രം. പിള്ളേരൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അങ്ങേറ്റവും താഴ്ന്നു പറയുകയാണെങ്കിൽ എറണാകുളം. എല്ലാവരും ഇവിടുന്ന് പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. തേരാപ്പാര നടക്കുന്നത്. അല്ലാതെ വേറെ എല്ലായിടത്തും പോയി. പഴയ വീട് ഓർമ്മ ഉണ്ടായിരുന്നു. ഇവർ പുതുക്കി പണിതല്ലേ. പണ്ട് കണ്ട് ഇവിടെ മേളിൽ കളിക്കാൻ വരുമായിരുന്നു. അയ്യോ, അമേരിക്കക്കാർ ഇതേപോലെ ക്യാമറ കൊണ്ട് നടന്നാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളിതുപോലെ ക്യാമറ കൊണ്ട് നടന്നാൽ ഇവനെന്ത് വട്ടാണ്. പിന്നെ എങ്ങനെ ഈ നാട് നന്നാവും? ഞാൻ ഊന്നി ചോദിക്കുകയാണ്. അവിടെ പണ്ട് അവിടെ കളിച്ചോണ്ടിരുന്ന ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ഒരു വീടിരിക്കുന്നത് കാടായിരുന്നല്ലേ, ഓർക്കുന്നുണ്ടോ നീ? ഇവിടെ മറ്റേ പഴമായിരുന്നു, മുള്ളും പഴമില്ലേ? ഞാൻ ഈ അവിടെ വരാറില്ല, പോകുമ്പോൾ ഈ അമ്പലത്തിൽ വരത്തില്ല. അത് പഴയ സ്റ്റോറിയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ ഒക്കെ പ്രൈം ടൈമിൽ അച്ഛൻ ഇന്ന് പറയും പിള്ളേരോട് അമ്പലത്തിൽ പോകരുത്. പുള്ളിക്കാരൻ്റെ പ്രൈം ടൈമിൽ ഇവിടെ 6 അടിയ മനുഷ്യൻ. പുതുക്കാവോ? ഇവിടെ പണ്ട് ഈ വെല്ലിയമ്പലത്തിൻ്റെ വെല്ലിയമ്പലത്തിലല്ലേ, തോലശ്ശേരി അമ്പലത്തെ ഉത്സവമില്ലേ, ഉത്സവത്തിന് നമ്മുടെ ഇവിടെ നിന്ന് ഏതിനകത്താ എടാ